എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? സോ എല്ലാവരും എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് കറൻ്റ്ലി നിങ്ങളുടെ കണ്ടീഷൻസ് എന്നുള്ളത് കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ പ്രീവിയസ് വീക്സ് അല്ല, ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ വീക്കിലി 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ വീക്കിലി സെക്ഷൻ ഉണ്ടാവും, നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാൻസ് ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വീക്കിലി പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ പ്രോപ്പറായിട്ട് ആ പ്ലാൻസിലേക്ക് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് കറൻ്റ്ലി വന്നിട്ടുള്ളത്. സോ ഈ വീക്കിൽ തന്നെ നമ്മൾ സൺഡേ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യാം. കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ട്, കമൻസിലാണെങ്കിൽ കുറേ ഡൗട്ട്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ആ ഒരു ഡൗട്ടിൽ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്ന ഡൗട്ട്സ് അല്ല. സോ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ എല്ലാവരും ജോയിൻ ചെയ്യാം. HDF to LTF കൺവേർഷനാണ് വരുന്നത്. ഹൈ ടൈം ഫ്രെയിം മുതൽ ലോ ടൈം ഫ്രെയിം വരെ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്ലാൻസ് നോക്കുക എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ, സ്ട്രക്ചറാണ് നമ്മൾ മേജറായിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്ക്. സോ എല്ലാവരും മിസ് ഔട്ട് ചെയ്യാതെ അതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഞായറാഴ്ച 8 മണിക്കാണ് നമ്മുടെ സെക്ഷൻ. സോ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെക്ഷൻ? സോ ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത്? മാർക്കറ്റ് ഏകദേശം ഒരു 380 അല്ലെങ്കിൽ 350 റേഞ്ചിലാണ് നമ്മുടെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അതിനുള്ളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HDFൽ ത്രൂ ഔട്ട് ബുള്ളിഷാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതൊരു കറക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാനിലേക്ക് എങ്ങനെയാണ് എക്സിക്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പ്രോപ്പർ ഈ ഒരു വീക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗ്രസീവ് മൂവ്മെൻ്റ് ആയിരുന്നു. പ്രോപ്പറായിട്ടൊരു പ്ലാൻസോ കാര്യങ്ങളോ അധികം നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഡെയിലി പ്ലാൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡെയിലി എക്സിക്യൂഷൻസ് അല്ലേ. സോ ഈ ഒരു സീരീസ് ഡെയിലി എക്സിക്യൂഷനാണ്. സോ വരുന്ന ടൈമിൽ എങ്ങനെയാണ് വീക്കിലി പ്ലാൻസ് അപ്ലൈ ചെയ്യുക, ഡെയിലി പ്ലാൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം. ഡെയിലി പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊസിഷനിൽ എടുത്ത് ഹോൾഡ് ചെയ്ത് ചെയ്യേണ്ട കണ്ടീഷനാണ്. സോ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് നോക്കാം. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, വീഡിയോയിലേക്ക് പോരാ. ബാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? എല്ലാവരും കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ നമ്മളുടെ മേജർ ലെവലിലാണ് നിൽക്കുന്നത് അല്ലേ. നമുക്കപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് നമ്മൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 അവറിൻ്റെ ലെവൽസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ല ഏതൊക്കെയാണ് ലെവൽ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പ്രോപ്പറായിട്ട് നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആവുന്ന വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ ഒരു അനാലിസിസ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ സെക്ഷൻ കഴിയുന്ന സമയത്ത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വരും കേട്ടോ. സോ ഇവിടെ നിന്നാണ് നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ള കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്. അപ്പോൾ നമ്മളിന്ന് എവിടെ നിന്നായിരുന്നു? 27th അല്ലേ. നമുക്ക് വേറെ 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. എവിടെയാണ് നമ്മളിന്ന് ട്രേഡ് പ്ലാൻസ് നോക്കിയത്? നമ്മൾ 2 ട്രേഡ് പ്ലാൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് ഈ മേജർ ലെവലിൽ നിന്നും ഇന്നത്തെ ഈ ഒരു മേജറായിട്ടുള്ള ലെവലിൽ നിന്ന് നമ്മളൊരു കണ്ടിന്യൂഷൻ പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു കറക്റ്റീവായിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ മാർക്കറ്റ് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു റീട്രേസ് താഴേക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിവിടുന്ന് മേളിലേക്ക് ഒരു പ്ലാൻ നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ഇവിടെയാണ്. ഒരു വലിയ സ്ട്രക്ചറാണ് 1 മിനിറ്റിൽ കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ട് അടുത്തൊരു റീടെസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഇതുണ്ടാവും. കറക്റ്റീവായിട്ടൊരു മൊമെൻ്റാണ് മാർക്കറ്റ് തന്നത്. സോ ഇവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ടാണ് നമ്മൾ മേളിലേക്ക് നോക്കിയിട്ടുണ്ടായത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം അഗ്രസീവായിട്ടുള്ളൊരു കൺഫർമേഷൻ എടുത്തിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഈ ഒരു റീടെസ്റ്റിൽ നമ്മൾ കയറി, പക്ഷേ ഇത്തിരി വലിയ SL-ആണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു സോണിലാണ് നമ്മൾ എൻട്രി എടുത്തത്. സോ വലിയ SL വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഇന്നത്തെ ഈ ഒരു ഡേ ഹൈ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സോൺ. ഈ ഒരു ഹൈ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായ സോൺ. സോ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റേക്ക് ഒരു റിവേഴ്സൽ തരാനുള്ള പോസിബിലിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം അല്ലേ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ നല്ല കൺസോൾട്ടേഷൻ, ഈ ഒരു നല്ല കൺസോൾട്ടേഷനിൽ എന്താ പറ്റിയത്, നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് ശേഷം എടുത്ത ട്രേഡാണ്. ഏകദേശം ഒരു 11 മണി ആയിട്ടും മാർക്കറ്റ് നല്ല കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ അത് നല്ല ഡീക്കേ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത പ്രീമിയത്തിൽ. സോ അതുകൊണ്ട് ഇത്ര നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് അറിയാമല്ലോ പ്രീമിയം മെൽട്ട് ആവും. സോ അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ഈവൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ്സ്. സോ ബ്രേക്ക് ഈവൻ്റെ കാര്യമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഓൺ ടൈം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ബ്രേക്ക് ഈവനിൽ നമ്മൾ ഇറങ്ങുകയാണ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എഗെയിൻ ഒരു റിവേഴ്സൽ, ഈ ഒരു ഹൈയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നലാണ്. സോ മാർക്കറ്റ് അതിന് ശേഷം ഇങ്ങനെ
കണ്ടോ റേഞ്ച് നോക്കി എത്ര നേരം 11 മണിക്ക് മാർക്കറ്റ് റേഞ്ച് വന്നിട്ട് 1 മണിയായിട്ടും മാർക്കറ്റ് റേഞ്ചിൽ തന്നെയാണ് കണ്ടോ. യെസ് കംപ്ലീറ്റ്ലി. സോ ഇവിടെയാണൊരു അഗ്രസീവായിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റ് തന്നിട്ടുണ്ടായത്. സോ ഇവിടെ നമ്മളൊരു അഗ്രസീവ് കണ്ടീഷൻ നമ്മളിവിടെ ഒരു ബ്രേക്ക് ഔട്ട് എടുത്തു. സോ അതിനുശേഷം മാർക്കറ്റ് ഒരു നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റ് താഴേക്ക് തന്നു. ഇവിടെയാണ് നമ്മൾ എഗെയിൻ ട്രേഡ് പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സോണിലേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. യെസ് അഗ്രസീവായിട്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു. യെസ് ഇവിടെയാണ് നമ്മൾ എൻട്രി കയറിയിട്ടുണ്ടായിരുന്നത് കണ്ടോ. ഈ ഒരു സോണിലാണ് നമ്മൾ എൻട്രി കയറിയിട്ടുണ്ടായിരുന്നത് കണ്ടിന്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താ കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന പുഷ് ടോട്ടലി വന്നിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ എന്താണ് കറക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. പ്രോപ്പർ പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. ഈ ട്രേഡൊന്നും പ്രോപ്പർ നമുക്കൊരു പ്ലാൻ എപ്പോഴും ഉണ്ടാവും അല്ലേ. ഒരു വിത്തൗട്ട് പ്ലാനിലുള്ള എൻട്രിയാണ്. പ്രോപ്പർ ഇങ്ങനെ ഒരു പ്ലാൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റുക. മനസ്സിലായോ, വളരെ ആക്യുറേറ്റ് ആയിട്ട്. സോ അതേപോലത്തെ ട്രേഡ്സ് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാനിലേക്ക് വന്നിട്ടില്ല. ഡെയിലി പ്ലാൻ ഓക്കെ, ഡെയിലി പ്ലാനിൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് നമ്മൾ പറഞ്ഞ കറക്റ്റ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തി. പക്ഷേ സ്മോളർ ടൈം ഫ്രെയിമിൽ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്നാലാണ് നമ്മൾ എടുക്കുന്നത് 10 പോയിൻറ്റോ 20 പോയിൻ്റ് അല്ല അല്ലേ. 10 പോയിൻറ്റ് 20 പോയിൻ്റ് എടുക്കാനാണെങ്കിൽ ഈ പ്ലാൻ്റെ ആവശ്യമുണ്ടില്ല. നിങ്ങൾക്ക് പ്രീവിയസ് നോക്കി അറിയാം നമ്മൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ്. നമ്മൾ 200 പോയിൻറ്റ്സും 300 പോയിൻറ്റ്സാണ് മാർക്കറ്റിൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ പ്രീമിയത്തിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ 45 ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എത്രയാണ് 15, 14 അല്ലെങ്കിൽ 10,000, 9,000 ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. മനസ്സിലായോ. സോ അത്ര മൊമെൻറ്റം വേണമെങ്കിൽ പ്രോപ്പർ പ്ലാൻ വേണം. സോ ഇതിനുള്ളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 60 പോയിൻറ്റ്സ് 70 പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് ആണെങ്കിൽ രാവിലെ 1:1 വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് നമുക്ക് പൊസിഷനിലോട്ട് പോയി ഞാൻ പറഞ്ഞുതരാം. ഏകദേശം രാവിലത്തെ പ്രീമിയം ഇതാണ് നമ്മൾ. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എത്ര മണിക്കാണ് 11:16. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ എത്രയിലെടുത്തേ 484 നമ്മൾ എടുത്തിട്ടുള്ളത്. 48,600 48,600 സി ആണ് എടുത്തിട്ടുള്ളത്. ടൈം നോക്കിക്കേ 11:10:16 10:16 ശേഷം അതെന്താ ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. 10:16 അതിൻ്റെ പ്രൈസ് 468 നമ്മൾ കയറി. സോ നിങ്ങൾ നോക്കിക്കേ എവിടെ വരെ പോയി, ഏകദേശം 564 വരെ പോയി. കണ്ടോ 400 നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം. എൻട്രി എടുത്തിട്ടുള്ള എവിടെയാണ് 484 എൻട്രി. കണ്ടോ 84 കണ്ടോ. ഈ ഒരു സോണിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത് 10:14. ഓക്കെ. സോ ഈ ഒരു സോണിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. കണ്ടോ ഈ 84 നിന്ന് മാർക്കറ്റ് ഏകദേശം 565 വന്നു. എഗെയിൻ ഇതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ SL അടിക്കാൻ വേണ്ടി വന്ന പോലെ അല്ലേ. പ്രോപ്പറായിട്ട് ആ വന്ന വിക്കിൽ നമുക്ക് SL എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു മേളിലേക്ക് ത്രൂ ഔട്ട് എത്ര മൂവ് ചെയ്തു 684 വരെ പോയി. കണ്ടോ അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയില്ല. പിന്നെ മാർക്കറ്റ് നല്ല റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങിയത് 5 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റിലേക്ക് പോയി നിങ്ങൾക്ക് അറിയാം നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ്. സോ എഗെയിൻ നമ്മൾ അതുകൊണ്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാത്തതാണ്. മനസ്സിലായോ. പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബുക്ക് ഈ പറയുന്ന എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. 84 തൊട്ട് 563 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യുക. 60-70 പോയിൻറ്റ് സിമ്പിളായിട്ട് മാർക്കറ്റിൽ നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ട്രേഡ്സിലും നമുക്ക് ഈ പറയുന്ന മൊമെൻറ്റം കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ മിനിമം 100 പോയിൻറ്റ്സാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം മിനിമം 100 പോയിൻറ്റ്സാണ് നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യാറുള്ളത്. സോ അത് കിട്ടുന്ന മാർക്കറ്റിലാണ് നമ്മൾക്ക് ട്രേഡ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൺ ആക്കേണ്ട കണ്ടീഷനിൽ ബ്രേക്ക് ഈവൺ ആക്കും. അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്ത് ബുക്ക് ചെയ്യും. മനസ്സിലാവും. സോ ഇങ്ങനെ ക്രൈറ്റീരിയാസ് എപ്പോഴും നിങ്ങൾ ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് പോകണം. മനസ്സിലാവും. അപ്പോൾ ഈ എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യത്തിനുപരി എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡ് ത്രൂ ഔട്ട് പ്രോഫിറ്റിലേക്ക് എത്തിക്കാനും കൂടെ നമുക്ക് പറ്റണം അല്ലേ. മന്ത് പ്രോഫിറ്റ് എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിന് ട്രേഡ്സ് ലിമിറ്റ് ചെയ്യാം. 200 പോയിൻ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ ട്രേഡ്സ് ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യേണ്ടി വരും. കുറേ ട്രേഡ്സ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കാരണം ഈ 500 പോയിൻ്റെങ്കിലും മൂവ് ചെയ്യണ്ടേ 200 പോയിൻ്റ് കിട്ടണമെങ്കിൽ. സോ അതേപോലെയുള്ള പ്ലാൻസ് നമുക്ക് കിട്ടണം. മനസ്സിലായോ. സോ അതാണ് കറൻ്റ് ഉള്ള കണ്ടീഷൻ.
സോ ഇതാണ് നമുക്ക് ഇന്ന് നടന്നിട്ടുള്ളത്. നമുക്കിനി നാളത്തെ പ്ലാനിലേക്ക് പോകാം. സോ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ ലെവൽസ് എല്ലാം ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, സോ കറൻ്റ്ലി നമ്മുടെ മേജറായിട്ടുള്ള 1 ഹവറിൻ്റെ സോൺ അടുത്തൊരു സ്വിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറക്കണ്ട, ഇതാണ് അടുത്ത സ്വിങ്. ഈ പറയുന്നതാണ് അടുത്ത ആൾ, അടുത്ത ലെവൽ. യെസ്, മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ അടുത്ത ലെവലെന്ന് പറഞ്ഞാൽ. സോ 15 മിനിറ്റിൽ നമുക്കൊരു പ്ലാൻ കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഇംബാലൻസിൽ ഓൾറെഡി മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് തന്നെ, കറൻ്റ്ലി റിജക്റ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് അല്ലേ. ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ മേളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 200 പോയിൻറ്റിൻ്റെ മൊമെൻറ്റം മാർക്കറ്റ് തരും. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുക അടുത്ത ലെവലായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു ലെവലാണ്. സോ ഈ 3 ലെവലുകൾ പ്ലാൻ ചെയ്യാൻ മേളിലേക്ക്. സോ അതിന് ശേഷം ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഈ 3 ലെവലിനുള്ളിൽ മാർക്കറ്റ് റിവേഴ്സൽ തന്നാൽ 15 മിനിറ്റിൽ റിവേഴ്സൽ മാർക്കറ്റ് വേണം അല്ലേ. അപ്പോൾ 15 മിനിറ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. യെസ്, 15 മിനിറ്റിൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ഉണ്ടോ? സോ ഇതൊരു ഇൻസൈഡാണ് ക്യാൻഡിലുള്ളത്. ഈ 3 ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡാണ്. പക്ഷെ നമുക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലും ഡേ ഓപ്പൺ ചെയ്തപ്പോഴുള്ള ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. സോ എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നതായിട്ട് നമുക്ക് കാണാം. യെസ്, സോ അടുത്ത പ്ലാൻ എന്താ, ഫസ്റ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താ ഈ ഹൈ വരെ. യെസ്, കണ്ടോ, ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. മാർക്കറ്റിൽ അടുത്തൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതാണ്. സോ മാർക്കറ്റ് അതിനുശേഷം താഴേക്ക് വന്നതായിട്ട് നമ്മൾ കണ്ടോയെന്ന് ചോദിച്ചാൽ അതിനടുത്ത് വരെ വന്നിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു ലെവൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നേതരായിട്ട് ഇപ്പോൾ ഒരു ബൈയിങ് സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സോണാണ്. സോ താഴേക്കാണെങ്കിൽ മീൻസ് മനസ്സിലായോ, രാവിലെ തന്നെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് റിവേഴ്സൽ തന്നാൽ മാത്രം ഈ സോണിനെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. നിങ്ങൾ ഏതാണോ ടൈം ഫ്രെയിം യൂസ് ചെയ്യണേ, 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് നോക്കാം കേട്ടോ. നമ്മളിവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതൊന്ന് മാറ്റാം. ഇതാണ് നമ്മുടെ മേജർ ലെവൽ താഴേക്കുള്ള. സോ ഇവിടെയും മാർക്കറ്റ് റിവേഴ്സ് ആയാലും കണ്ടിന്യൂഷൻ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മിനിറ്റിലും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് തന്നിട്ടുള്ളത്. സോ ലോ ആയിട്ട് 1 മിനിറ്റിൽ കൺസിഡർ ചെയ്യാവുന്നത് ഇതാണ്, കണ്ടോ. സോ നാളത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്ന് വിചാരിക്കാം. യെസ്, ഇവിടെ നിന്ന് മാർക്കറ്റ് പുതിയൊരു ഹൈ എടുത്തു, എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു, എഗെയിൻ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂവേഷൻ നോക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ ലെവലിൻ്റെ ബ്രേക്ക് ഔട്ട് ട്രേഡ് നിങ്ങൾക്ക് നാളെ നോക്കാവുന്നതാണ്. മനസ്സിലായോ? എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് എപ്പോഴെങ്കിലും നാളത്തെ കണ്ടീഷനിൽ റിവേഴ്സൽ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടോ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കണ്ടോ. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫിബ് എടുത്ത് നോക്കുക. ഞാനിപ്പോൾ നോക്കിയ പോലെ 50% മിറ്റിഗേഷൻ ഇക്വിലിബ്രിയം നോക്കുക, പ്ലാൻ എടുക്കുക. പ്ലാൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് മേളിലേക്കുള്ള ട്രേഡ് ഓക്കെ, നമ്മൾ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. അവിടെ SL ആയി. സോ അതിനുശേഷം രണ്ടാമത് ഇവിടുത്തെ കൺഫർമേഷൻ എടുത്ത് നമ്മൾ ട്രേഡ് കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ അഗ്രസീവ് കൺഫർമേഷൻ എടുത്ത് ട്രേഡ് കയറി, അവിടുത്തും നമുക്ക് SL ആയിട്ടുണ്ട്. സോ ഇന്നത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക് ഇവണിലാക്കി 10 മണിക്ക് എടുത്തിട്ട് നമ്മൾ 11 മണിയായപ്പോൾ അല്ല എത്ര മണിക്കൂർ അത് ഹോൾഡ് ചെയ്ത്, എന്നിട്ട് നമ്മളത് ബ്രേക്ക് ഇവണിൽ ഇറങ്ങി. രണ്ടാമത് ഈ പറയുന്ന ഒരു മണി എടുത്തു, അതും നമ്മൾ 1 മണിക്കൂർ വരെ ഹോൾഡ് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുള്ളത്. സോ റേഞ്ചാണ് മാർക്കറ്റ്, പ്രോപ്പർലി ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണ്ടായിരുന്നില്ല. സോ ഇന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു ബ്രേക്ക് ഈവൺ, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ്. മനസ്സിലായോ? സോ സ്റ്റോപ്പ് ലോസ് കണ്ടല്ലോ 2000. പ്രോപ്പറായിട്ട് നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യം റിസ്ക് റിവാർഡാണ്. സോ എന്തുകൊണ്ടാണ് നമ്മളിത് ഫോളോ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മന്ത് എൻഡിൽ ക്ലിയർ ചെയ്ത് തരാം. എന്തുകൊണ്ടാണ് കുറേ ട്രേഡ്സ് നമ്മൾ ഒഴിവാക്കിയെന്നുള്ള കാര്യങ്ങൾ മന്ത് എൻഡിൽ നമ്മൾ മന്ത്ലി സെക്ഷനിൽ നിങ്ങൾക്ക് റിലീവ് ചെയ്യാം. എപ്പോഴും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. മനസ്സിലാവും? ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന് കൂടുതൽ മന്ത്ലി ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് ഗ്രീഡില്ലാതെ ഒരു നല്ലൊരു പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ. മനസ്സിലാവും? അപ്പോൾ അത് എൻട്രി ആ ഒരു റേഞ്ചിലേക്ക് വരണമെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ പേഷ്യൻസ് നിങ്ങൾ കൊണ്ടുവരണം, നല്ല രീതിയിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവണം. മനസ്സിലായോ? ചില ആളുകളുണ്ട് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇട്ട് ട്രേഡ് ചെയ്യാറില്ല അല്ലേ. സോ നമ്മുടെ ഒരു ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർസെൻറ്റേജ് ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾറെഡി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജിൽ കൂടുതലാണ് ഇപ്പോൾ
ഓപ്ഷൻ ബൈങ്ങിൽ എനിക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ട് കൂടുതൽ പ്രോഫിറ്റാണ് മാർക്കറ്റിൽ കറൻ്റ് ഉള്ള നല്ല 2 എൻട്രി സെറ്റപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലാവും. സോ അതിനുശേഷം എൻട്രി കിട്ടിയിട്ടില്ല, നമുക്ക് നല്ലൊരു പ്രോപ്പർ സെറ്റപ്പും മാർക്കറ്റിൽ തന്നിട്ടില്ല. സെറ്റപ്പ്സ് ഉണ്ട് പക്ഷേ അല്ലേ, 15 മിനിറ്റിൻ്റെ ഒരു പ്ലാൻ നമുക്ക് 2 എണ്ണത്തിൽ നിന്നാണ് ഈ പറയുന്ന നല്ലൊരു അഗ്രസീവായിട്ടുള്ള റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. സോ അതേപോലെ പ്ലാനിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഈ ഒരു മെത്തേഡിൽ വെയിറ്റ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടാവും. പക്ഷേ എന്താണ്, നിങ്ങൾക്കൊരു പ്രോപ്പർ ടാർഗറ്റോ പ്രോപ്പറായിട്ടുള്ളൊരു റാലിയോ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ബ്രേക്ക് ഔട്ട് ട്രേഡ്സിൽ കുറവായിരിക്കും. മനസ്സിലായോ? സോ അവിടെ എൽ ഹണ്ടിങ് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതാണ് രണ്ടും നമ്മൾ ചെയ്യുന്ന വ്യത്യാസവും ബ്രേക്ക് ഔട്ടിൻ്റെ വ്യത്യാസമുള്ളത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വരുന്ന സൺഡേയിലെ വെബിനാറിൽ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും കയറാം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിൻ്റെ പ്ലാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അഗെയിൻ ഈ ഒരു ലോയിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ മേളിലേക്ക് പോകണ കണ്ടീഷൻ പറഞ്ഞില്ലേ, അതല്ല, ഇവിടുന്ന് മാർക്കറ്റ് എഗെയിൻ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇതിനെ കട്ട് ചെയ്താൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. എഗെയിൻ ഇവിടെ നിന്നുള്ള ഡൗൺ സൈഡ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും റീട്രേസ് ചെയ്യുക, ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്. അതൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, നമ്മളുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2 പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് ലെവൽസൊക്കെ നോക്കുക. പ്രോപ്പറായിട്ട് ലെവൽസ് നോക്കിയിട്ട് നിങ്ങൾ കയറാം. താഴേക്കാണെങ്കിൽ ഈ 2 ലെവൽ മറക്കണ്ട. ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. സോ ഇനി ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോവാം. ഫൈൻ. സോ ഇതാണ് നമ്മളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ തന്നെ കണ്ടോ മാർക്കറ്റ് ഈ ഒരു സോണിൽ വന്നു. സോ വെയിറ്റിംഗ് ടൈം നമ്മൾ പറഞ്ഞു, വെയിറ്റിംഗ് ടൈം വെയിറ്റ് ചെയ്യണം. നമ്മൾ 9:43 വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ഇവിടെ ഒരു പ്ലാൻ നമുക്ക് കിട്ടി. മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്റ്റീവായിട്ടുള്ള മൊമെൻറ്റം വന്നു. സോ ഇതേപോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും കുറേ സമയം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്കിങ്ങിൽ ഇറങ്ങി. സോ ഈ ഒരു സോണിൽ നിന്ന് എൻ്റെ പ്ലാൻ ത്രൂ ഔട്ട് കൺഫർമേഷൻ ടു ഡൗൺ സൈഡ് കണ്ട ഈ ഒരു ലെവലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് നമ്മളിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാർക്കറ്റ് പോയി. നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, 10:09 ആയപ്പോഴാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നുള്ളത്, 48,900 എന്നുള്ള ഈ പ്രൈസിലേക്ക് പോകുന്നുള്ളത്. കണ്ടോ, അതിനിടയിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു സിമെട്രിക്കൽ പാറ്റേൺ വന്നു. സോ ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തു. താഴേക്ക് വരാനുള്ള എല്ലാ സിനാരിയോസും കണ്ടോ, സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഇവിടെ ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഇവിടെയാണ് നമുക്കൊരു കൺഫർമേഷൻ എടുക്കേണ്ടത് അല്ലേ. ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഈ പറയുന്ന കണ്ടീഷനെയാണ് സിമെട്രിക്കൽ അല്ലെങ്കിൽ വെഡ്ജ് പാറ്റേൺ എന്ന് പറയും. അപ്പോൾ വെഡ്ജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡും അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പോൾ ട്രെൻഡിൻ്റെ കണ്ടീഷനിലുണ്ട്. സോ ഇവിടെ എന്താ സംഭവിച്ചത് കണ്ടോ, പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഇവിടെ കൺഫർമേഷൻ തന്നു, ബ്രേക്ക് ഔട്ട് അല്ലേ. ഈ ലോയിൽ അഗ്രസീവായിട്ട് ക്രോസ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് റീടെസ്റ്റ് തന്നു. സോ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള കൺഫർമേഷൻ തന്നിട്ട് എഗെയിൻ മാർക്കറ്റ് റിവേഴ്സലായിട്ട് പോയി. ഇങ്ങനത്തെ സിനാരിയോസ് ഉണ്ടാവും. കാരണം 15 മിനിറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പുഷ് ചെയ്ത് പോയിട്ടുള്ളത്. കണ്ടോ, യെസ്. സോ ഇവിടെ ഡിസ്കഷൻ ഉണ്ട്. സോ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ, കൺഫർമേഷൻ SL ഹിറ്റായി. ഇതൊരു ഡൗൺ സൈഡ് കൺഫർമേഷൻ എൻട്രി ആയിരുന്നല്ലോ, അത് നമ്മൾ ഇവിടെയുള്ള റീപ്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിക്വിഡിറ്റി ഗ്രാബ് കണ്ടോ, ലിക്വിഡിറ്റി ഗ്രാബ് തന്നു. ബൈ സൈഡ് സെൽ സൈഡ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെങ്കിൽ നമ്മൾ ബൈ സൈഡ് നോക്കിയാൽ, ബൈ സൈഡ് ഫസ്റ്റ് തന്നുകൊണ്ടാണ് നമ്മൾ സെൽ സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്യാനും അവിടേക്ക് ട്രേഡ് നോക്കാനുമുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ടൈമിൽ തന്നെ. സോ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കഥ പറഞ്ഞ് ഞാൻ പോകുന്നില്ല. സോ ഈ വീക്കിലി സെക്ഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിൻ്റെ ഒപ്പം നമ്മളുടെ വെബിനാർ മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. സൺഡേ ആണ് നമ്മുടെ വെബിനാർ. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.